അവഞ്ചേഴ്സിന്റെ മെസ്സേജ് കിട്ടിയ തോറ് ആസ്ഗാർഡിൽ നിന്നും എർത്തിലേക്ക് എത്തുന്നു. ഒരു ടൗണിനെ മൊത്തം മൂടിക്കൊണ്ട് ആ ടൗൺ മൊത്തം പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തോറ് തന്റെ മ്യോൾനിയറിന്റെ സഹായത്തോടെ ആ ടൗണിലെ പുകയെല്ലാം മാറ്റുന്നു. പെട്ടെന്ന് തന്നെ കുറെ ആളുകൾ പേടിച്ച് അവഞ്ചേഴ്സിന്റെ പക്കലേക്ക് ഓടിയെത്തുകയാണ്. മുൻപ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറെ അധികം ക്രീച്ചേഴ്സ് ആ ടൗണിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണ്. അവഞ്ചേഴ്സ് ആ ക്രീച്ചേഴ്സിനോട് പോരാടാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഒരു സ്പേസ് ഷിപ്പിൽ ഒരു ടീം എത്തുകയാണ്. അവരാണ് ഇൻഹ്യൂമൻസ്. ഗോർഗോൺ, കാർനാക്, ലോക്ജോ, മെഡൂസ, ബ്ലാക്ക് ബോൾട്ട് ഇവരൊക്കെയാണ് ഇൻഹ്യൂമൻസ് എന്ന ടീമില് ഉള്ളത്. ആ ക്രീച്ചേഴ്സ് ഇൻഹ്യൂമൻസിന്റെ സ്ഥലമായ ആറ്റിലനിലെ വർക്കേഴ്സ് ആണെന്നും അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാകാമെന്നും മെഡൂസ അവഞ്ചേഴ്സിനോട് പറയുന്നു. അവിടെ ആ സമയത്ത് തന്നെ മറ്റൊരു ഇൻഹ്യൂമൻ കൂടിയുണ്ട്. അയാളാണ് കാഡിലക് അഥവാ സീക്കർ. തന്റെ കമാൻഡിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ഷിപ്പ് ആ ടൗണില് ക്രാഷ് ലാൻഡ് ചെയ്തു. അതില് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽസ് ആയ ആൽഫ പ്രിമിറ്റീവ്സും ടെർജന്റ് മിസ്റ്റും ഉണ്ട്. തങ്ങൾ മുൻപ് കണ്ട ക്രീച്ചേഴ്സ് ആൽഫ പ്രിമിറ്റീവ്സ് ആണെന്നും അവർ തങ്ങളെ ലാബ് വർക്കിനൊക്കെ സഹായിക്കുന്നവരാണെന്നും സീക്കർ അവഞ്ചേഴ്സിനോട് പറയുന്നു. ആ പ്രിമിറ്റീവ്സിനെ കാം ഡൗൺ ചെയ്യണമെങ്കിൽ ടെർജന്റ് മിസ്റ്റ് അത്യാവശ്യമാണ്. ടെർജന്റ് മിസ്റ്റ് എടുക്കാനായിട്ട് ലോക്ജോയോടൊപ്പം ഹൾക്കും ആറ്റിലനിലേക്ക് പോകുന്നു. ആറ്റിലനിലെത്തിയ ലോക്ജോയുടെ കൈക്ക് എന്തോ കുഴപ്പം സംഭവിച്ചു. അത് കണ്ട ഹൾക്ക് ലോക്ജോയെ എടുക്കുമ്പോൾ ആറ്റിലനിലെ സോൾജേഴ്സ് അത് കാണുകയും ഹൾക്ക് ലോക്ജോയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുവാണെന്ന് വിചാരിച്ച് ഹൾക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവഞ്ചേഴ്സും ഇൻഹ്യൂമൻസും എനർജി റീഡിംഗ് കിട്ടുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ജീവനുള്ള എന്തോ ഭീമമായത് കാണുകയാണ്. അതെന്താണെന്ന് ഇൻഹ്യൂമൻസിനോട് അവഞ്ചേഴ്സ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇൻഹ്യൂമൻസ് അതൊന്നും പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഗോർഗോൺ അയൺമാനെ ആക്രമിക്കുന്നു. തുടർന്ന് അവഞ്ചേഴ്സും ഇൻഹ്യൂമൻസും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. ഈ സമയത്ത് ആറ്റ്ലനിൽ ലോക്ജോയെ ടെർജന്റ് മിസ്റ്റ് കണ്ടുപിടിക്കാൻ വിട്ടിട്ട് ഹൾക്ക് ആറ്റ്ലൻ സോൾജേഴ്സിനെ ആക്രമിക്കുന്നു. അതേസമയം അവഞ്ചേഴ്സും ഇൻഹ്യൂമൻസും തമ്മിൽ ഇപ്പോഴും വമ്പൻ ഫൈറ്റ് നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ടൗണിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു തീഗോളം രൂപപ്പെടുന്നു. അത് കണ്ട സീക്കർ എല്ലാവരോടുമായിട്ട് പറയുവാണ് ആ ഭീമൻ സംഭവം പൊട്ടിത്തെറിച്ച് അതിലൂടെ ലിവിങ് ഇൻഫെർണോ രൂപപ്പെട്ടിരിക്കുന്നു എന്ന്. ആ ലിവിങ് ഇൻഫെർണോ സത്യത്തിൽ ഒരു ഇൻഹ്യൂമൻ ആണ്. ലിവിങ് ഇൻഫെർണോ അവഞ്ചേഴ്സിനെയും ഇൻഹ്യൂമൻസിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഒരു വിധത്തിൽ എല്ലാവരും ഇൻഫെർണോയുടെ അറ്റാക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് ടെർജന്റ് മിസ്റ്റ് കണ്ടുപിടിച്ച ലോക്ജോയും ഹൾക്കും ആറ്റ്ലനിൽ നിന്നും ടെലിപ്പോർട്ട് ചെയ്ത് എർത്തിലേക്ക് എത്തുന്നു. ലിവിങ് ഇൻഫെർണോയുടെ അറ്റാക്കിനെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധിക നേരം പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ സമയത്ത് ടെർജന്റ് മിസ്റ്റിന്റെ സഹായത്തോടെ സീക്കർ ഒരു ക്യുവർ കണ്ടുപിടിക്കുന്നു. തോറ് തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കുകയും അതേ സമയത്ത് തന്നെ ബ്ലാക്ക് ബോൾട്ട് ടെർജന്റ് മിസ്റ്റ് ക്യുവറിനെ തന്റെ സൂപ്പർസോണിക് സൗണ്ട് ഉപയോഗിച്ച് പൊട്ടിക്കുന്നതോടെ ആ ക്യുവർ മഴയോടൊപ്പം ഇൻഫെർണോയുടെ ദേഹത്തേക്ക് പതിക്കുന്നു. എന്തായാലും അതോടെ ഇൻഫെർണോ നോർമലായി. സത്യത്തിൽ ആ ടൗണിൽ തന്നെ ജീവിക്കുന്ന ഒരു ഇൻഹ്യൂമൻ ആയിരുന്നു ഇൻഫെർണോ. ഡാൻഡെ എന്നാണ് ഇൻഫെർണോയുടെ പേര്. എന്തായാലും ഇൻഹ്യൂമൻസിന് ഒരു സൂപ്പർ ഹീറോയെ കൂടി കിട്ടി. തിരികെ ആറ്റ്ലനിലെത്തിയ സീക്കർ തന്റെ മാസ്റ്ററിനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. സത്യത്തില് സീക്കർ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷെ താൻ വിചാരിച്ച പോലെ ഇൻഫെർണോ ഒരു വില്ലനായില്ല എന്ന് മാത്രം. സീക്കറിന്റെ മാസ്റ്റർ മറ്റാരുമല്ല, അത് അൾട്രോൺ ആണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ അവഞ്ചേഴ്സ് ഇൻഹ്യൂമൻസിനെ കണ്ടുമുട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.